നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നാഗലശ്ശേരി പഞ്ചായത്തിൽ വീണ്ടും തെരുവ് നായ ആക്രമണം. പെരിങ്ങോട് AKG നഗറിലും പരിസരത്തും 4 കുട്ടികൾ ഉൾപ്പെടെ 8 പേർക്ക് കടിയേറ്റു. 2 കറവ പശുക്കൾക്കും വളർത്തുപൂച്ചയ്ക്കും കടിയേറ്റിട്ടുണ്ട്. അക്രമകാരിയായ നായയ്ക്ക് പേ ഇളകിയിട്ടുണ്ടെന്നും സംശയം. തെരുവുനായയുടെ ആക്രമണത്തിൽ പെരിങ്ങോട് AKG മധുപ്പുള്ളി പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിലായി. കടിയേറ്റ് പരിക്ക് പറ്റിയവരെ വീട്ടുകാരും പ്രദേശവാസികളും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരിങ്ങോട് താഴത്തേപ്പുരക്കൽ ശബരിനാഥ് 13 വയസ്സ്, ഏർക്കര ഷിഹാബ് മകൻ മുഹമ്മദ് ഫാദി 8 വയസ്സ്, കരുവാൻ പടിക്കൽ സന്ധ്യ മകൻ ആദിദേവ് 13 വയസ്സ് എന്നീ കുട്ടികൾക്കും താഴത്തേതിൽ ഷംസുദ്ദീൻ, വട്ടേക്കാട്ട് മാധവൻ നായർ എന്നിവരുൾപ്പെടെ 8 പേർക്കാണ് പരിക്കേറ്റത്. വീടിനു മുറ്റത്ത് നിന്നിരുന്ന കുട്ടികളെ ഓടിയെത്തിയ നായ പെട്ടെന്ന് ആക്രമിക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ പിന്തുടർന്നെത്തിയാണ് നായ കടിച്ചു പരിക്കേൽപ്പിച്ചത്. വിളക്കുത്സവം കാണാനായി നടന്നു പോവുകയായിരുന്നവർക്ക് നേരെ നായ കുരച്ചു ചാടുകയും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ 2 പേർക്ക് വീണ് പരിക്കേൽക്കുകയും ചെയ്തു. കുട്ടികളുടെയും വയോധികന്റെയും കൈകാലുകൾക്കും വയറിനും കടിയേറ്റു സാരമായ പരിക്കാണുണ്ടായത്. വട്ടേക്കാട് മണി, ഉഷ എന്നിവരുടെ 2 പശുക്കൾക്കും നായയുടെ കടിയേറ്റു. ഒരാഴ്ച മുൻപ് നാഗലശ്ശേരി പഞ്ചായത്തിലെ ചേമ്പ്രാക്കുന്നിന് സമീപം തെരുവുനായയുടെ കടിയേറ്റ് 2 കറവ പശുക്കൾ ചത്തിരുന്നു. മാസങ്ങൾക്ക് മുൻപ് പെരിങ്ങോട് മധുപ്പുള്ളി അഖിലാണം പ്രദേശത്ത് പേയിളകിയ നായ കുട്ടികളുൾപ്പെടെ 10-ലധികം പേരെ കടിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു. ദേശമംഗലം ആറങ്ങോട്ടുകരയിൽ ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തിരുന്ന ദേശമംഗലം വെസ്പല്ലൂർ ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന കല്ലിങ്ങൽ വീട്ടിൽ വിജയകുമാർ, മകൻ വിഷ്ണു, കാറിൽ സഞ്ചരിച്ചിരുന്ന എറണാകുളം സ്വദേശിക്കുമാണ് പരിക്കുപറ്റിയത്. ഇവരെ ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 8:30 ആറങ്ങോട്ടുകര പഴയ സത്യം ടാക്കേഴ്സിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. മിഷനറി ടെക്നീഷ്യന്മാരായ വിജയകുമാറും മകൻ വിഷ്ണുവും ജോലി ആവശ്യാർത്ഥം ദേശമംഗലത്തു നിന്നും എടപ്പാൾ ഭാഗത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. എതിർദിശയിൽ നിന്നും വന്ന കാർ ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിന്റെ വശത്തുള്ള ശൗര്യം പറമ്പിൽ ഹസൻകുട്ടിയുടെ വീടിന്റെ മേൽക്കൂരയിലേക്ക് ഓട്ടോ ഇടിച്ചു കയറി ഷീറ്റുകൾ തകർന്നു. അപകടത്തിൽ ഇരുവാഹനങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് പ്രാഥമിക നിഗമനം. കാറിന്റെ ഡ്രൈവർ കൂടാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. UDFന് തുടർഭരണം ലഭിച്ച പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം ആദ്യ പകുതിയിൽ കോൺഗ്രസിന്. കോൺഗ്രസിൽ ആര് പ്രസിഡന്റാകുമെന്നതിന് അന്തിമ തീരുമാനമായിട്ടില്ല. വൈസ് പ്രസിഡന്റ് സ്ഥാനം ലീഗിനാണ്. 16 ഡിവിഷനുള്ള പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ 12 ഡിവിഷനുകളിലും വിജയം കരസ്ഥമാക്കിയാണ് UDFന് ബ്ലോക്കിൽ തുടർഭരണം ലഭിച്ചിരിക്കുന്നത്. 7 ഡിവിഷനുകളിൽ കോൺഗ്രസും 5 ഡിവിഷനുകളിൽ മുസ്ലിം ലീഗും വിജയം നേടി. 4 ഡിവിഷനുകളിലാണ് LDFന് വിജയിക്കാനായത്. ബ്ലോക്ക് ഭരണത്തിൽ ആദ്യ ടൈമിൽ കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം നൽകുവാനാണ് മുന്നണിയിൽ ധാരണയായിരിക്കുന്നത്. 2ാം ടൈമിൽ മുസ്ലിം ലീഗിന് പ്രസിഡന്റ് സ്ഥാനം നൽകും. കൊപ്പം ഡിവിഷനിൽ നിന്നും വിജയിച്ച കോൺഗ്രസിലെ AP രാമദാസ് പ്രസിഡന്റാവുമെന്നാണ് സൂചന. കൊപ്പം പഞ്ചായത്തിലെ സ്ഥിരസമിതി അധ്യക്ഷനായിരുന്നു AP രാമദാസ്. DCC എക്സിക്യൂട്ടീവ് അംഗവുമാണ്. അതേസമയം ആമയൂർ ഡിവിഷനിൽ നിന്നും വിജയിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് ജയശങ്കർ കൊട്ടാരത്തിന്റെ പേരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റാണ് ജയശങ്കർ കൊട്ടാരത്തിൽ. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിലെ വിളിയൂർ ഡിവിഷനിൽ നിന്നും വിജയിച്ച ഫരീദയുടെയും കൈപ്പുറം ഡിവിഷനിൽ നിന്നും വിജയിച്ച ഫൗസിയ സെയ്താലിയുടെയും പേരുകളാണ് കേൾക്കുന്നത്. വനിതാ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റും അധ്യാപക സംഘടനയായ KSTUവിന്റെ വനിതാ വിംഗ് ജില്ലാ ജനറൽ കൺവീനറുമാണ് ഫരീദ. കൊപ്പം പഞ്ചായത്തിലെ നിലവിലെ ഭരണസമിതിയിലെ അംഗമായിരുന്നു ഫൗസിയ സെയ്തലവി. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെ ഉടൻ തന്നെ തീരുമാനിക്കുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ കുചേല ദിനം ആഘോഷിച്ചു. വിവിധ പരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു. പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ കുചേല ദിനാഘോഷം വിവിധ പരിപാടികളോടെയാണ് നടത്തിയത്. രാവിലെ ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രിമാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷ പൂജകൾ നടന്നു. അവിൽ നിവേദ്യം, അവിൽ കിഴി സമർപ്പണം, ശീവേലി, മേളം, നാദസ്വരം ഉൾപ്പെടെയുള്ള പരിപാടികളും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് പ്രസാദൂട്ടിലും നിരവധി പേർ പങ്കെടുത്തു. പട്ടാമ്പിയിൽ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘിന്റെ നേതൃത്വത്തിൽ ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ദേശീയ പെൻഷൻ ദിനത്തോടനുബന്ധിച്ച് വിവിധ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ധർണ നടത്തിയത്. കേരള ഗവൺമെന്റ് പെൻഷൻകാരോട് നടത്തുന്ന നീതി നിഷേധത്തിനെതിരെയാണ് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. ദേശീയ പെൻഷൻ ദിനാചരണത്തിന്റെ ഭാഗമായി കൂടിയായിരുന്നു
പ്രതിഷേധം നടത്തിയത്. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് EP മുരളീധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരമായ നിരവധിയായ പോരാട്ടങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്ത അവകാശങ്ങൾ ഇനിയും ഒരു ഗവൺമെന്റിന് മുന്നിലും പണയപ്പെട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ദേശീയ പെൻഷൻ ദിനത്തിനെ ഒരു പോരാട്ട ദിനമായി, ഒരു സമര ദിനമായി കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘിനെ തിരഞ്ഞെടുക്കേണ്ടി വന്നു. അത്തരമൊരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഓരോ ക്ഷാമബത്ത ഗഡുക്കൾ അനുവദിക്കുമ്പോഴും 39 മാസം അല്ലെങ്കിൽ 40 മാസം എന്നുള്ള രീതിയിൽ അതിൻ്റെ അരിയേഴ്സ് നമ്മൾക്ക് നിഷേധിച്ചുകൊണ്ട് എത്രയോ മാസങ്ങളായി 190 മാസങ്ങളിലെ അരിയേഴ്സ് നമ്മൾക്ക് ആ രീതിയിൽ 2021 മുതൽ പെൻഷൻകാർക്ക് നിഷേധിച്ചു. അതുപോലെ ഇനി ലഭിക്കാനുള്ള DA അരിയേഴ്സ് 13% DA അരിയേഴ്സ് നമുക്ക് ലഭിക്കാനുണ്ട് 2023 ജൂലൈ മുതൽ. അതിലും ഈ രീതിയിൽ നമുക്ക് അരിയേഴ്സ് എന്ന് കിട്ടുമെന്നതിനോ യാതൊരു ഉറപ്പുമില്ലാതാണ് കേരള ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. KB മുരളീധരൻ, TM നാരായണൻ, P കൃഷ്ണനുണ്ണി, UP സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 12ാം പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, 2021 മുതൽ വിവിധ DA കുടികളായി വന്ന 190 മാസത്തെ അരിയേഴ്സ് അനുവദിക്കുക, 11ാം പെൻഷൻ പരിഷ്കരണത്തിലെ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ED ക്ലബിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ശില്പശാല നടത്തിയത്. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ ED ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഹൗ ടു ക്രാഫ്റ്റ് ആൻഡ് ഇന്നോവേറ്റീവ് ഐഡിയ എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ M രാജലക്ഷ്മി ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. CSP ശിവപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ P ശ്രീജ, കൊമേഴ്സ് വിഭാഗം മേധാവി ഡോക്ടർ റോസിന ബേബി, IQAC കോർഡിനേറ്റർ VT അബ്ദുൾ റഷീദ്, കോളേജ് യൂണിയൻ ചെയർമാൻ നന്ദകിഷോർ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ C പാർവതി, ഭാവപ്രിയ, ഫാത്തിമ സന, M സൂരജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നമുക്കറിയാം, ED ക്ലബ്ബ് എന്ന് പറയുമ്പോൾ കുട്ടികളിലെ നിങ്ങളുടെ ഒരു സംരംഭകത്വം അല്ലെങ്കിൽ നിങ്ങളുടെ നൈപുണികൾ എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള സ്കില്ലുകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ നൂതനമായ ആശയങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതെല്ലാം വികസിപ്പിച്ചുകൊണ്ട് നിങ്ങളെ പഠിക്കുന്ന സമയത്തോടൊപ്പം തന്നെ എങ്ങനെയാണ് നിങ്ങളിൽ ചെറിയ വരുമാനമൊക്കെ ഉണ്ടാക്കുന്ന തരത്തിൽ നിങ്ങളുടെ അത്തരത്തിലുള്ള സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാം എന്നതിനെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്ലബ്ബാണ്. അപ്പോൾ അത് പല കുട്ടികളും ഉപയോഗപ്പെടുത്താറുണ്ട്. പറഞ്ഞു, ടീച്ചർ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ ടീച്ചറുടെ സ്വാഗത ഭാഷണത്തിൽ അവതരിപ്പിച്ചതുമാണ്. അപ്പോൾ ഈ വർഷവും നമുക്ക് അതുപോലെ തന്നെ ഓരോ വർഷം തോറും നമ്മൾ പുതുമയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുക. അപ്പോൾ പുതിയ പുതിയ സംരംഭങ്ങൾ, പുതിയ നവീനമായ നിങ്ങളുടെ ആശയങ്ങളൊക്കെ എങ്ങനെയൊക്കെ അതിനെ മെച്ചപ്പെടുത്തി നിങ്ങളെ എങ്ങനെയൊക്കെ മികവുറ്റതാക്കാം, നിങ്ങളുടെ സ്കില്ലുകളെ, നിങ്ങളുടെ പലതരത്തിലുള്ള ക്രാഫ്റ്റിംഗ് ആയിട്ടുള്ള ഇതുണ്ടാവാം, കൈത്തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് മുൻപിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ഒരു താമൻ അത് ചിലപ്പോൾ അതില്ലാതെ പോകുന്നത് കൊണ്ട് പലരും പിന്നിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ പിന്നിലോട്ടല്ല, നമ്മൾ മുന്നിലേക്കാണ് വരേണ്ടത്. പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെറിയ വരുമാനം ഉണ്ടാകുന്ന രീതിയിൽ തന്നെ അത്തരത്തിലുള്ള നിങ്ങളുടെ കഴിവുകളെ വികസിപ്പിച്ചിട്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുവരാനുള്ള അവസരങ്ങളാണ് ഇതൊക്കെ. കളിക്കമ്പക്കാർക്ക് മൈതാനമൊരുക്കി കായികപ്രേമിയായ ഹുസൈൻ തട്ടത്താഴത്ത്. തൃത്താല പഞ്ചായത്തിലെ മാട്ടായയിലാണ് സാമൂഹിക സാംസ്കാരിക കായിക പ്രവർത്തകൻ ഹുസൈൻ തട്ടത്താഴത്ത് കളിസ്ഥലത്തിനായി സ്ഥലം വിട്ടു നൽകിയത്. തൃത്താല പഞ്ചായത്ത് അതിർത്തിയിൽ മേഴത്തൂർ മോസ്കോ റോഡരികിലാണ് 1.5 ഏക്കർ സ്ഥലം കളിക്കളമായി നൽകിയത്. നേരത്തെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ മറ്റൊരു സ്ഥലം വിട്ടുകൊടുത്തിരുന്നു. കാടുമൂടി കിടന്നിരുന്ന സ്ഥലം JCB ഉപയോഗിച്ച് കളിക്കളമാക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. കായിക താരം, എഴുത്തുകാരൻ, പ്രസാധകൻ തുടങ്ങിയ നിലകളിൽ സജീവ സാന്നിധ്യമാണ് ഹുസൈൻ തട്ടത്താഴത്ത്. എന്ന് പറഞ്ഞാൽ എല്ലാ വൃത്തികേടുകളും വന്നു വരുന്നത് സ്പോർട്സ് ഇല്ലാണ്ടാകുമ്പോഴാണ്. നമ്മുടെ സ്പോർട്സ് ഉണ്ടാകുമ്പോൾ അതിൽ കൂടെ നമ്മുടെ നാട്ടിൽ കാണുന്ന രാസലഹരികൾ ഉപയോഗത്തിനടക്കം ഒരു മാറ്റം വന്ന് നല്ല രീതിയിലേക്ക് ഒരു തലമുറ വരണം. അതിന് ഇത്തരം കളിസ്ഥലങ്ങൾ നമുക്ക് നിർബന്ധമാണ്. പക്ഷേ ഉള്ളതെല്ലാം വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രം സ്കൂളുകളിലും കോളേജുകളിലും മാത്രമായി ഒതുങ്ങി. പബ്ലിക്കിന് വന്ന് കളിക്കാവുന്നൊരിടം നമ്മുടെ ചുറ്റുപാടിൽ എവിടെയും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇങ്ങനെ ഒരു നവമാധ്യമ കാഴ്ച.
ചിലർക്ക് ഉറക്കം ഒരു വീക്ക്നെസ് ആണ്. എവിടെ കിടന്നാലും ബോധമില്ലാതെ ഉറങ്ങിക്കോളും. മിണ്ടാപ്രാണികളും ഇക്കാര്യത്തിൽ വ്യത്യസ്തരല്ല. കണിപ്പയ്യൂരിൽ നിന്ന് വിവേക് നൽകിയ ദൃശ്യം. Lost all its brains. I'm gonna get bullied for this one. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.